ഹലോ നമസ്കാരം, ഞാൻ ഉവൈസ് നീലഗിരി. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വർത്താനം? അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ കോഴികൾക്ക് ഞാൻ ചെയ്തു പോരുന്ന തീറ്റയും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. ലൈക്കും കമൻറ്റും പിന്നെ കുറയും വേണ്ട. അപ്പോൾ പറഞ്ഞു വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഒരു പരിധി വരെ ലിമിറ്റഡ് കാര്യങ്ങളോട് കൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ലിമിറ്റഡ് കൊണ്ട് ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല, സ്ഥലപരിമിതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, തുറന്നുവിടലും കാര്യങ്ങളും ഒരു പരിധി വരെ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാക്കറ്റ് ഫീഡിനെ ആശ്രയിക്കല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് എന്താ പറയുക, മുഴുവനായിട്ട് നമുക്ക് പാക്കറ്റ് ഫീഡിനെ ആശ്രയിച്ച് മുന്നോട്ട് പോക്കും കഴിയണമെന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നമ്മുടെ തീറ്റയിൽ ചേർക്കുന്നത് കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ നമ്മൾ പറയേണ്ടതില്ലല്ലോ. അതേപോലെ തന്നെ മറ്റൊരു നമ്മൾ ചേർക്കുന്നത് ഉലുവയാണ്. ഉലുവയും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം നമ്മൾ ചേർക്കുന്നത് ഒരു 2 കിലോ സോയാബീനാണ്. സോയാബീനും ഈ പറഞ്ഞ 3 സാധനങ്ങളും നല്ല പോലെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് അടിച്ചെടുക്കും. പൊടി രൂപത്തിൽ തന്നെ അടിച്ച് എടുക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നല്ല പൊടിയാവണം, അങ്ങനെയാണ് ഞാൻ ചെയ്തു പോരുന്നത്. അപ്പോൾ നമ്മളെന്താ പറയുക, ഈ ഫിഷ് മീലും കാര്യങ്ങളൊക്കെയാണ് ഒന്നുകൂടി ചേർക്കുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ എന്താ പറയുക, കുറേ ദിവസം ഇരിക്കുന്നത് കൊണ്ട് സോയാബീൻ എടുക്കണ് എന്ന് മാത്രം. അപ്പോൾ അതിന് ശേഷം ഞാൻ ചേർക്കുന്നത് തവിട് ഏതാണ് നമുക്ക് ആ ഒരു സമയത്ത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് ഏതാണോ അത് ഉപയോഗിക്കും. ഇതിലിപ്പോൾ ഞാൻ ഏതായാലും ചേർത്തുള്ള ഗോതമ്പ് തവിടാണ്. ഗോതമ്പ് തവിട് ഏകദേശം മൊത്തത്തിൽ ഒരു 30-35 കിലോയോളം തീറ്റ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ 6 കിലോയോളം ഗോതമ്പ് തവിട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 പാർട്ടായിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ 3 കിലോ ചേർത്തിട്ടുള്ളൂ, കാരണം ആ ബേസിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ 2 തവണയായിട്ടാണ് ഞാൻ മിക്സ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ശേഷം ഗോതമ്പ് തവിട് ഇട്ടു, അതിൻ്റെ ശേഷം ഗ്രോവർ ഇട്ടു. ഗ്രോവർ 2 കിലോ, അതേപോലെ തന്നെ 3.5 കിലോ ലെയർ മാഷ് ആഡ് ചെയ്തു. അതിന് ശേഷം നമ്മളെ പരിസരങ്ങളിലൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള അയൽപക്കത്തുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഗോതമ്പ്, അതേപോലെ തന്നെ മുത്താരി വകകളൊക്കെ ചുറ്റുവട്ടത്തു നിന്ന് കിട്ടാനുണ്ട്. അപ്പോൾ അവരൊക്കെ വെറുതെ വീട്ടിലത് വെച്ച് പുഴുത്ത് പോണ ഒരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് വെറുതെ അത് കിട്ടും. അപ്പോൾ അങ്ങനെ അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഒന്ന് ചെറിയ രീതിയിൽ നമ്മളെ മില്ലിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ആ രീതിയിൽ തന്നെ ചെയ്തു തരും. അപ്പോൾ അതും ഒരു 10 കിലോ ഇതിൽ ആഡ് ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ ഒരു 30-35 കിലോയോളം തീറ്റ വരും. അപ്പോൾ ഞാൻ ഈ മൊത്തത്തിൽ മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് നിങ്ങളാ കാണുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ 2 കിലോയോളം നമ്മളെ സോയാബീൻ ഉണ്ട്, അതേപോലെ തന്നെ ഒരു 40-50 ഗ്രാമോളം കരിഞ്ജീരകം ഉണ്ട്, അതുപോലെ തന്നെ ഉലുവയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റേതായ ഒരു മിക്സിങ്ങും കാര്യങ്ങളുമാണ് ഈ പറയണത്. ഈ രീതിയിലാണ് ഞാനത് മിക്സ് ചെയ്തിട്ട് കോഴികൾക്ക് കൊടുക്കാറുള്ളത്. ഏകദേശം 1 മാസത്തോളം ഞാൻ ഈ തീറ്റ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു നേരമാണ് ഞാൻ ഈ തീറ്റ കൊടുക്കാറുള്ളത്, ഒറ്റൊരു സമയം മാത്രം. അപ്പോൾ ഏകദേശം 1 കിലോയോളം വരണമെന്നില്ല, എങ്കിലും 1 കിലോൻ്റെ അടുത്ത് തീറ്റ ഉണ്ടാവും. അത് മിക്സ് ചെയ്ത് ഒരു നേരം വെച്ച് കൊടുക്കും. അതേപോലെ തന്നെ ഉച്ച സമയങ്ങളിലൊക്കെ എന്തെങ്കിലും പച്ചില വർഗ്ഗങ്ങൾ കൊട്ടിക്കൊടുക്കാറുമാണ് പതിവ്. അപ്പോൾ ഇത് കൊടുക്കുക വഴി ഈ ഇലകൾ കെട്ടിക്കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ,
ഓരോ ദിവസവും വ്യത്യസ്തമായ ഇലവർഗ്ഗങ്ങൾ കെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അകത്തോട്ട് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാവിധ വൈറ്റമിൻസിൻ്റെയും അഭാവങ്ങൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ഓക്കെ, ബായ്.